ജമ്മുകശ്മീരിൽ അതിർത്തിയിൽ പാകിസ്ഥാനും ഒരുങ്ങുന്നു. സൈന്യത്തിന് പാകിസ്ഥാൻ ജാഗ്രതാ സന്ദേശം നൽകി. അതിർത്തിയിലെ സുരക്ഷ ഇന്ത്യയും ശക്തമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ ഉന്നതതല സുരക്ഷാ യോഗം ചേർന്നു. കശ്മീർ ഭീകരാക്രമണത്തെ അപലപിച്ച് പാർലമെന്റിൽ ചേർന്ന സർവകക്ഷി യോഗം സുരക്ഷാ സേനയോടൊപ്പം നിൽക്കുന്നതായി പ്രമേയം പാസാക്കി. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, രാജ്യതലസ്ഥാനത്ത് ഏത് രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? അശ്വതി, രാഷ്ട്രീയമായി നിർണായകമായ നീക്കങ്ങളും ഒഫീഷ്യലായി തിരക്കിട്ട ചർച്ചകളുമാണ് ഇന്ന് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു എന്നാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഇന്ന് സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ, തീരുമാനങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സംസാരിച്ചത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല. അദ്ദേഹം മഹാരാഷ്ട്രയിൽ മറ്റ് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടന തിരക്കിലായിരുന്നു. രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് നയതന്ത്ര മേഖലയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇന്ത്യ സജീവമാക്കി കഴിഞ്ഞു എന്നാണ്. അതിനുശേഷമാണ് പ്രതിപക്ഷ പാർട്ടികൾ സംസാരിച്ചത്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിപക്ഷ പാർട്ടികൾ ഓരോ അംഗങ്ങൾ വീതം, അങ്ങനെയാകുമ്പോൾ ഓരോ പാർട്ടികൾക്കും 2 അംഗങ്ങൾ വീതം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിൽ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയപരമായ ഇത്തരം നീക്കങ്ങൾക്ക് മുമ്പിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഏകകണ്ഠമായി തീവ്രവാദികൾക്കെതിരെയുള്ള പ്രമേയത്തെ അപലപിച്ച് രംഗത്തെത്തി. ഇക്കാര്യത്തിൽ രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. ഇടതുപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാശ്മീരികൾക്ക് നേരെ അക്രമം ഉണ്ടാകുന്നു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവർക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അവർക്ക് സുരക്ഷ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണം എന്നാവശ്യപ്പെട്ടു. എന്തായാലും വൈകുന്നേരത്തോടു കൂടി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന സർക്കാരുകൾക്കും ഈ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കൈമാറി. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൽ നിന്നുള്ള സ്റ്റുഡൻസുകൾക്കും മറ്റുള്ളവർക്കും സംസ്ഥാനങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തണം, ഇവർക്ക് നേരെയുള്ള അതിക്രമങ്ങളെ കടുത്ത രീതിയിൽ എതിരിടണം എന്നാണ് ഈ സർക്കുലറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ സർക്കാരിനോടൊപ്പം നിൽക്കുന്നു എന്ന് എന്തായാലും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. വൈകുന്നേരത്തോടു കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ അടിയന്തര ഉന്നതതല യോഗം ചേർന്നു. റോയുടെ തലവനായ AK ദസ്മനുവും അഡീഷണൽ ഡയറക്ടർ അരവിന്ദ് കുമാറും യൂണിയൻ ഹോം സെക്രട്ടറിയായ രാജീവ് ഗോബയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുത്തു. നിലവിലെ സ്ഥിതിഗതികൾ അവർ പരിശോധിച്ചു. ആഭ്യന്തരമായി രാജ്യത്ത് സുരക്ഷ ഉറപ്പുവരുത്തണം എന്ന് രാജ്നാഥ് സിംഗ് അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു നീക്കമുണ്ടായത് പാകിസ്ഥാൻ അവരുടെ അതിർത്തി മേഖലകളിലെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സൈനികർക്ക് ജാഗ്രതാ സന്ദേശവും പാകിസ്ഥാൻ കൈമാറിയിരിക്കുന്നു. അശ്വതി, ഈ പുൽവാമയുടെ പശ്ചാത്തലത്തിൽ ഏത് രീതിയിലുള്ള സുരക്ഷയായിരിക്കും ഇനി രാജ്യത്തുടനീളം ഉണ്ടാവുക? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായോ? അശ്വതി, ഇന്നത്തെ ഈ ഉന്നതതല യോഗത്തിൽ ഈ ജമ്മു കാശ്മീർ നിവാസികൾക്കെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോലും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരുണ്ട്, കച്ചവടക്കാരുണ്ട്, വിദ്യാർത്ഥികൾ മറ്റു പല സംസ്ഥാനങ്ങളിലുമുണ്ട്. എന്നാൽ ഈ വടക്ക് കിഴക്കൻ നമ്മുടെ ഉത്തരേന്ത്യയിൽ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇവർക്കെതിരെ പ്രത്യേക രീതിയിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നു, വർഗീയത മുന്നിൽ നിർത്തിയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ പാർട്ടികൾ ഇത് ചൂണ്ടിക്കാണിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ നടപടി എടുത്തിരിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ ജമ്മുകാശ്മീരിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കണ്ടു. ജമ്മുകാശ്മീർ നിവാസികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തീവ്രവാദികളെയും ജമ്മുകാശ്മീർ നിവാസികളെയും രണ്ടായി തന്നെ കാണണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജമ്മുകാശ്മീരിലാകട്ടെ സുരക്ഷാ സേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവിടെ NIA അടക്കമുള്ള അവർ ഈ സ്ഫോടനത്തിന്റെ പിന്നിലെ കാരണങ്ങൾ തേടിയിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീർ മേഖലയിൽ, ജമ്മു അല്ല കാശ്മീർ മേഖലയിൽ പൂർണ്ണമായും നിരോധനാജ്ഞ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്റർനെറ്റ് ഉപയോഗവും തുടർച്ചയായ 2ാം ദിവസവും അവിടെ വിച്ഛേദിക്കപ്പെട്ടിരിക്കും. കാരണം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ കൂടിയാണ്. ദക്ഷിണേന്ത്യയിലൊക്കെ താരതമ്യേന ശാന്തമാണ് സ്ഥിതിവിശേഷം. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യുദ്ധം വേണമെന്ന മുറവിളി ചില രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നയപരമായ നീക്കമാണ് നടത്തുന്നത്. അശ്വതി, ശരി സന്തോഷ്. ദില്ലിയിൽ നിന്ന് സന്തോഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.
വീരമൃത്യു വരിച്ച മലയാളി ജവാൻ വി വസന്തകുമാറിന്റെ മൃതദേഹം കുടുംബ വീട്ടിലെത്തിച്ചു. സംസ്കാരം അല്പസമയത്തിനകം കുടുംബ ശ്മശാനത്തിൽ നടക്കും. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എത്ര മണിയോട് കൂടിയായിരിക്കും ചടങ്ങുകൾ നടക്കുക? എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് സംസ്ഥാന ബഹുമതികളോടെ ഏറ്റുവാങ്ങിയ വസന്തകുമാറിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ പൊതുദർശനത്തിന് ശേഷം വൈത്തിരി ലക്കിടിയിലെ പൊതുദർശനത്തിന് ശേഷം ഇപ്പോൾ കുടുംബ വീടായ തൃക്കേപ്പറ്റയിലെ മുക്കം കുന്ന് എന്ന സ്ഥലത്തെ കുടുംബ വീട് അവിടെ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെയും നാട്ടുകാർക്ക് അദ്ദേഹത്തെ അവസാനമായി കാണുവാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടവും അധികൃതരുമെല്ലാം. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഇവിടെയും അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കണ്ട് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് പൊതുദർശനം ആരംഭിച്ചത്. പൊതുദർശനം ആരംഭിച്ച് ഇത് വലിയ ജനക്കൂട്ടം ഈ വയറ്റിരി ലക്കിടിയിലെല്ലാം എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുദർശനം നീണ്ടു. ഇപ്പോഴാണ് ഈ കുടുംബ വീട്ടിലേക്ക്, കുടുംബ ശ്മശാനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് തന്നെ. ഇവിടെയും നൂറുകണക്കിന് ആളുകളാണ് ഈ അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടെയും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങുകൾ അല്പം കൂടി വൈകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവിടെ തന്നെ ഈ കുടുംബ വീടിന് തൊട്ടരികിലുള്ള കുടുംബ ശ്മശാനത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെ, സംസ്ഥാന സൈനിക ബഹുമതിയോടെ ഇവിടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതായാലും അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെയുള്ള കുടുംബ വീട്ടിൽ അല്പനേരം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അനൂപ്, സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഏതൊക്കെ പ്രമുഖരാണ് ഇപ്പോൾ അവിടെ ഉള്ളത്? പൊതുദർശനം നടന്നപ്പോൾ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും മന്ത്രിമാരായ AK ശശീന്ദ്രൻ, അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉയർന്ന ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജില്ലയിലെ വിവിധ ജനപ്രതിനിധികൾ, MLA മാരെല്ലാം ഇപ്പോഴും ഇവിടെയുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വൈത്തിരിയിൽ നിന്ന് മേപ്പാടി വഴി മുക്കം കുന്നിലേക്ക് കൊണ്ടുവരുന്ന വഴിക്കെല്ലാം തന്നെ നൂറുകണക്കിന് ആളുകളാണ് റോഡരികിലെല്ലാം നിന്ന് അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചത്. ശരി അനൂപ്, പുൽവാമയിൽ വീരചരമം അടഞ്ഞ ഹവിൽദാർ വസന്തകുമാറിന്റെ മൃതദേഹം ഇപ്പോൾ കുടുംബ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം സംസ്കാര നടപടികളിലേക്ക് കടക്കും. വിവരങ്ങളാണ് അനൂപ് നൽകിയത്. പൊതുനന്മ മുൻനിർത്തി ലോക മലയാളികളെ ഒന്നിപ്പിക്കുന്നതാണ് ലോക കേരള സഭയെന്ന് മുഖ്യമന്ത്രി. ലോക കേരള സഭയുടെ മിഡിൽ ഈസ്റ്റ് സമ്മേളനത്തിന് സമാപനമായി. ദുബായ് ജുമേറയിലെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് മുഖ്യമന്ത്രി. വിവരങ്ങൾ ജമാൽ നൽകും. ഇന്നും ഇന്നലെയുമായി ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ നടന്ന ലോക കേരള സഭയുടെ മിഡിൽ ഈസ്റ്റ് സമ്മേളനം പ്രവാസ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കമിട്ടത്. പ്രവാസികളുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ലോക കേരള സഭയുടെ 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ തയ്യാറാക്കിയ 48 നിർദ്ദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10 നിർദ്ദേശങ്ങളാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്തത്. പ്രവാസികളുടെ ക്ഷേമം, പ്രവാസികളുടെ സാമൂഹ്യ സുരക്ഷ, പ്രവാസികളുടെ പുനരധിവാസ പദ്ധതി തുടങ്ങിയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇവിടെ നടന്നത്. 6 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ലോക കേരള സഭാംഗങ്ങൾ ചർച്ചകളിൽ സജീവമായി തന്നെ പങ്കെടുത്തു. വേണ്ട കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, KC ജോസഫ് MLA എന്നിവർ ഈ ലോക കേരള സഭാ സമ്മേളനത്തിന്റെ 2 ദിവസവും സജീവമായി തന്നെ പങ്കെടുത്തു. ലോക കേരള സഭാ സമ്മേളനത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളും ചർച്ചകളും പൊതുവെ സ്വീകാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി. ചില നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കഴിയുന്നവയാണ്, ഇവ ഗൗരവമായി തന്നെയാണ് സർക്കാർ കാണുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും ലോക കേരള സഭാംഗങ്ങൾ നടത്തിയ ചർച്ചകൾ വൃഥാവിലാവില്ല എന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭ അംഗങ്ങൾക്ക് നൽകിയത്. ഏതായാലും പ്രവാസ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടുകൊണ്ട് തന്നെയാണ്, പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സമഗ്രമായ ഒരു വേദി ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ലോക കേരള സഭയുടെ മിഡിൽ ഈസ്റ്റ് സമ്മേളനം സമാപിച്ചത്. LDF മേഖലാ ജാഥ 3ാം ദിനം പര്യടനം തുടരുന്നു. ജാഥയ്ക്ക് മികച്ച സ്വീകരണമാണ് ജനങ്ങൾ നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളും സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമാണ് യാത്രയുടെ പ്രചാരണ ആയുധങ്ങൾ. ലെസ്ലി ചേരുന്നു വിവരങ്ങൾ നൽകുവാൻ. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന കേരള സംരക്ഷണ ജാഥ ഇന്ന് 3ാം ദിനത്തിലേക്കാണ് കടന്നത്. രാവിലെ മാധ്യമങ്ങളെ കണ്ട കോടിയേരി സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ വിശദീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF നേടിയ തിളക്കമാർന്ന വിജയം സർക്കാരിനും പാർട്ടിക്കുമുള്ള അംഗീകാരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ
വലിയ ഭൂരിപക്ഷമാണ് LDF നേടിയതെന്നും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രകടമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഇന്നലെ പുറത്തു വന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം. 30-ൽ 16 സീറ്റ് LDFന് നേടാൻ സാധിക്കുകയും UDFൻ്റെ തന്നെ ചില സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തത് കേരള രാഷ്ട്രീയത്തിൽ LDFന് മുൻകൈയുണ്ട് എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ സമീപകാലത്ത് പുറത്തു വന്ന സർവേ റിപ്പോർട്ടുകളെല്ലാം അപ്രസക്തമാണ് എന്ന് തെളിയിക്കുന്ന ഒരു ഫലമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ LDFന് അനുകൂലമായിട്ടുള്ള മുന്നേറ്റമാണ് തുടർച്ചയായി ഉള്ളത് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലവും വ്യക്തമാക്കുന്നത്. NSS നേതൃത്വവുമായി യുദ്ധത്തിനില്ലെന്ന് പറഞ്ഞ കോടിയേരി നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും വ്യക്തമാക്കി. എന്നാൽ സമുദായാംഗങ്ങളും NSS പ്രവർത്തകരും LDFനൊപ്പവും CPIMനൊപ്പവുമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. NSSന്റെ സാധാരണക്കാരായ ജനങ്ങൾ CPMന്റെ ശത്രുക്കളല്ല. ഇടതുപക്ഷ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ആ സമുദായത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകൾ ഇടതുപക്ഷ മുന്നണിയിലാണ്. NSS പ്രതിദാനം ചെയ്തത് ഒരു സമുദായത്തെയാണ്. ആ സമുദായത്തിലെ മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിലാണുള്ളത്. അതുകൊണ്ട് NSS നേതൃത്വത്തിന് ചിലപ്പോൾ എന്തെങ്കിലും വിപ്രതിപത്തി ഉണ്ടാകാം. അതവർ പ്രകടിപ്പിച്ചുകൊള്ളട്ടെ. അതവരുടെ അഭിപ്രായമായിട്ട് ഞങ്ങൾ കണക്കാക്കും. ഞങ്ങൾ അവരുടെ ശത്രുതാപരമായ നിലപാട് ഞങ്ങൾക്കില്ല. മൂന്നാം ദിനത്തിൽ ആദ്യം സ്വീകരണം നൽകിയത് പേയാടായിരുന്നു. വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് ജാഥയെ സ്വീകരിക്കാനെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു പേയാട് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും എല്ലാം തന്നെ അദ്ദേഹം വിശദീകരിച്ചു. 11% നേരത്തെ ബഡ്ജറ്റിൽ വനിതാ ക്ഷേമ പ്രവർത്തനത്തിന്. ഇത്തവണ 16%. കഴിഞ്ഞ വർഷം അത് 15%. ഇത്തവണ 16%. സ്ത്രീകൾ ജോലി ചെയ്യുന്ന മേഖലകളിലെല്ലാം കൂടുതൽ വേതനം കൊടുക്കാൻ തീരുമാനിച്ചു. അംഗനവാടി, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് മേഖലയിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ, കുടുംബശ്രീക്ക് പ്രത്യേക പരിഗണന, കൂടുതൽ പദ്ധതി വിഹിതം, ഇതെല്ലാം അനുവദിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി 1 ലക്ഷം പേരെ നിശ്ചയിച്ചപ്പോൾ കൂടുതൽ സ്ത്രീകൾക്കാണ് ജോലി കിട്ടിയത്. 25,000 പുതിയ തസ്തിക അനുവദിച്ചപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരം കിട്ടുന്ന വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലുമാണ് കൂടുതൽ തസ്തിക സൃഷ്ടിച്ചിരിക്കുന്നത്. പോലീസിലേക്ക് കൂടുതൽ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തു. 1200 സ്ത്രീകൾ ഉൾക്കൊള്ളുന്ന ഒരു വനിതാ ബറ്റാലിയൻ കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ചു. സ്ത്രീകളെ നേരിട്ട് വനിതകളെ പോലീസ് SI-മാരായി നിശ്ചയിക്കാൻ തുടങ്ങി. ഇത് കേരളത്തിൽ വന്ന സ്ത്രീ ശാക്തീകരണത്തിലും സ്ത്രീ പദവി ഉയർത്താനും ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച സ്ത്രീപക്ഷ നിലപാടിന്റെ ഭാഗമാണ്. എല്ലാവരും ഒരുപോലെ എന്നുള്ള ചിന്ത എല്ലാ ഇടതുപക്ഷത്തോടെ നടപ്പിലാക്കിയത്. തുടർന്ന് ആര്യനാട് നടന്ന സ്വീകരണത്തിന് ആയിരങ്ങളാണ് പങ്കുചേർന്നത്. വാദ്യമേളങ്ങളോടെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണനെ വേദിയിലേക്ക് ആനയിച്ചത്. നെടുമങ്ങാട് സ്വീകരണ പരിപാടികൾക്ക് ശേഷം വെഞ്ഞാറമൂട്ടിലായിരുന്നു ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിച്ചത്. നാളെ കൊല്ലം ജില്ലയിലേക്കാണ് ജാഥ കടക്കുക. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന LDF വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്രയ്ക്ക് തുളുനാടൻ മണ്ണിൽ നിന്ന് ആവേശകരമായ തുടക്കം. കാസർഗോഡ് ഉപ്പളയിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ജാഥ ഉദ്ഘാടനം ചെയ്തു. 2004-ലേതുപോലെ ഇടതുപക്ഷത്തിന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ബദൽ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ കേരളം LDFനെ പിന്തുണയ്ക്കണമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. കാസർഗോഡ് നിന്നും സണ്ണി ജോസഫിന്റെ റിപ്പോർട്ട് കാണാം. കേരള സംരക്ഷണ യാത്ര എന്ന മുദ്രാവാക്യമുയർത്തി LDF സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകുന്ന 2 ജാഥകളിലൊന്നായ വടക്കൻ മേഖലാ ജാഥ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിൽ നിന്ന് തുടക്കമായി. CPI സംസ്ഥാന സെക്രട്ടറി
കാനൻ രാജേന്ദ്രനാണ് വടക്കൻ മേഖലാ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്നത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ജാഥ ഉപ്പളയിൽ ഉദ്ഘാടനം ചെയ്തത്. LDFിൻ്റെ മുൻനിര നേതാക്കളെല്ലാം കൈകോർത്തു പിടിച്ചുകൊണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. സപ്തഭാഷകളുടെ ഭൂമിയായ ഉപ്പളയിൽ ഹിന്ദിയിലായിരുന്നു സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം. 2004 LDF ലോക്സഭയിലേക്ക് 18 സീറ്റുകൾ നൽകിയിരുന്നു. അതുപോലുള്ള വിജയമായിരിക്കണം 2019 തെരഞ്ഞെടുപ്പിലും ഉണ്ടാകേണ്ടതെന്ന് സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി. ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള അല്ലെങ്കിൽ സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരു ബദൽ സർക്കാരാണ് രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ 2004 പോലെ ഒന്നാം UPA സർക്കാരിൻ്റെതുപോലുള്ള ജനോപകാരപ്രദമായ ഭരണം കാഴ്ചവെക്കുവാൻ വേണ്ടി സാധിക്കുമെന്ന് യെച്ചൂരി പറഞ്ഞു. വ്യക്തിയിൽ അധിഷ്ഠിതമായ നേതാവിനെയല്ല രാജ്യത്തിനാവശ്യം, നീതിയാണ് ജനങ്ങൾക്ക് ആവശ്യമെന്ന് യെച്ചൂരി ചൂണ്ടിക്കാട്ടി. പ്രളയക്കെടുതി നേരിട്ട കേരളത്തെ അവഗണിച്ച മോദി സർക്കാരിനുള്ള മറുപടിയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകേണ്ടതെന്ന് ജാഥ ലീഡർ കാനൻ രാജേന്ദ്രൻ പറഞ്ഞു. LDFിൻ്റെ മുൻനിര നേതാക്കളെല്ലാം ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു. കൺവീനർ A. വിജയരാഘവൻ, P. കരുണാകരൻ MP, റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ, KP മോഹനൻ, ഫ്രാൻസിസ് ജോർജ്, AP അബ്ദുൽ വഹാബ് തുടങ്ങിയ LDF നേതാക്കൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ജാഥയുടെ ഇന്നത്തെ സമാപനം കാസർഗോഡ് നഗരത്തിലായിരുന്നു. നാളെ ചട്ടഞ്ചാലിൽ നിന്നും ജാഥ ആരംഭിച്ച് വൈകിട്ട് കാലിക്കടവിലെ സ്വീകരണത്തോടെ കാസർഗോഡ് ജില്ലയിലെ പ്രചാരണ പരിപാടി അവസാനിക്കും. നാളെ വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ ജാഥ പ്രവേശിക്കും. ആദ്യത്തെ സ്വീകരണ കേന്ദ്രം പയ്യന്നൂരിലാണ്. നാളെ വൈകിട്ട് ജാഥ പയ്യന്നൂരിൽ സമാപിക്കും. വടകര ചോറോട് ഗ്രാമപഞ്ചായത്ത് ഭരണം LDFന്. UDF RMP സഖ്യത്തിലുള്ള ഭരണസമിതിക്കെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. LJDയിലെ 2 അംഗങ്ങൾ LDFിന്റെ ഭാഗമായതോടെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും AK ലതീഷിന്റെ റിപ്പോർട്ട് കാണാം. 8-നെതിരെ 11 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയം പാസ്സായത്. കോൺഗ്രസിലെ KK നളിനി വോട്ടെടുപ്പിലൂടെ പുറത്തായി. ഭരണസമിതിയിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവാകുകയും ചെയ്തു. നിലവിൽ LDFന് CPIMലെ 9 അംഗങ്ങളാണുള്ളത്. LJDയിലെ 2 പേർ കൂടി എത്തിയതോടെ 21 അംഗ ഭരണസമിതിയിൽ LDF ഭൂരിപക്ഷം 11 ഉയരുകയായിരുന്നു. RMPക്ക് 2, കോൺഗ്രസിന് 4, ലീഗിന് 3 അംഗങ്ങളാണുള്ളത്. BJPക്ക് 1 അംഗമുണ്ട്. RMPയുടെ പിന്തുണയായിരുന്നു ഇതുവരെയുള്ള UDF ഭരണം. നേരത്തെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള നയങ്ങളായിരുന്നു UDF ഭരണസമിതി എടുത്തിട്ടുള്ളത്. സർക്കാരിൻ്റെ പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കാനുള്ള വൈമനസ്യമാണ് അവർ കാണിച്ചിട്ടുള്ളത്. ലൈഫും അതുപോലെ തന്നെ ഹരിത കേരളം മിഷൻ, ആദ്രം പദ്ധതി, ഇത്തരം പദ്ധതികളിൽ നിന്നൊക്കെ അവർ വിട്ടുനിൽക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് പഞ്ചായത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിനെതിരെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധമാണ് ഈ അവിശ്വാസത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വൈകി വന്നതിനാൽ BJP അംഗം ശ്യാംരാജിനെ യോഗത്തിൽ പങ്കെടുക്കാൻ ഭരണാധികാരി ജീനാബായി അനുവദിച്ചില്ല. 25 മിനിറ്റ് വൈകിയായിരുന്നു ശ്യാംരാജ് യോഗത്തിന് എത്തിയത്. പ്രസിഡന്റ് പുറത്തായതിനു പിന്നാലെ വോട്ടിങ്ങിന് നിൽക്കാതെ ലീഗിലെ OM അസീസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞു.